ഹായ് ഹലോ വെൽക്കം ടു ഡിവൈൻ DIYs. എഴുതി നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് യാഥാർത്ഥ്യമാക്കാനായിട്ട് സാധിക്കും. ഇത് ശരിക്കും ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. മാനിഫെസ്റ്റേഷൻ ജേണൽ. ഇതിൽ ഞാൻ അഫർമേഷൻസും ഗ്രാറ്റിറ്റ്യൂഡ്സും അതുപോലെ വിഷൻ ബോർഡ് സ്ക്രിപ്റ്റിംഗ് എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ജേണലിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനി പറയാം. അപ്പോൾ ആദ്യം തന്നെ കവർ പേജ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ജേണലിൻ്റെ സോൾ എന്നൊക്കെ പറയാം. നമ്മളിത് ആദ്യം ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നൊരു പേജ് ഇതാണ്. അപ്പോൾ ഇത് കൂടുതൽ മനോഹരമാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു പോസിറ്റീവ് ഫീല് കിട്ടുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജിയോട് കൂടി തന്നെ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൽ നമുക്ക് നമ്മുടെ ഇൻറ്റൻഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതി കൊടുക്കാം. നമ്മുടെ ഗോൾസ് ഒക്കെ എഴുതി കൊടുക്കാം. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഗോൾ ഉണ്ടെങ്കിൽ ആ ഒരു ഗോൾ വേണം നമുക്ക് ടൈറ്റിലായിട്ട് കൊടുക്കാം. ഇപ്പോൾ ലൈക്ക് മൈ ഡ്രീം ഹോം അല്ലെങ്കിൽ മൈ ഡ്രീം ലൈഫ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിവിടെ ടൈറ്റിലൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ മാനിഫെസ്റ്റേഷൻ ജേണൽ എന്ന് മാത്രമാണ് എഴുതി കൊടുക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഒന്നിലധികം ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എഴുതിയൊരു ടൈറ്റിലായിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. പിന്നെ നമുക്കിവിടെ പോസിറ്റീവ് കോട്ട്സ് ഒക്കെ കൊടുത്ത് കൂടുതൽ മനോഹരമാക്കുക. അതുപോലെ സ്റ്റിക്കേഴ്സ് യൂസ് ചെയ്യാം, വാഷി ടൈപ്സ് ഒക്കെ യൂസ് ചെയ്ത് ഇത് എത്രത്തോളം മനോഹരമാക്കാമോ അത്രത്തോളം മനോഹരമാക്കി ചെയ്യാം. അപ്പോൾ ഞാനൊരു മിനിമൽ ഡിസൈനിലാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കവർ പേജ്. ഇനി അടുത്തത് ഗ്രാറ്റിറ്റ്യൂഡ്. നമ്മുടെ മനസ്സ് പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്തൊരു സ്റ്റെപ്പാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ ഗുണത്തെപ്പറ്റി ഞാൻ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളിപ്പോൾ നമുക്കുള്ളതിൽ സന്തോഷം കണ്ടെത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരായിട്ടിരിക്കുമ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങളെ നമുക്ക് യൂണിവേഴ്സിൽ നിന്നും അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മുടെ ഉള്ളതിൽ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷനും അതേ രീതിയിൽ വളരെ സ്പീഡിൽ തന്നെ നമുക്ക് വർക്കാവും. ആ ഒരു നമ്മുടെ ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഉള്ളിലൊക്കെ എത്തിച്ചേരാനായിട്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ നമ്മുടെ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എഴുതി കഴിയുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ഒന്ന് പോസിറ്റീവ് ആകും. ഇനി അടുത്തതാണ് അഫർമേഷൻസ്. അഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങളുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് പ്രസന്റ് ടെൻസിൽ എഴുതി കൊടുക്കുന്നതിനെയാണ് അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരാൾക്ക് ഒരു വീട് വെക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അയാൾക്ക് വേണമെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടി താമസിക്കുന്നു, അങ്ങനെ ആ ഒരു രീതിയിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ എഴുതി കൊടുക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ വേഗം മാനിഫെസ്റ്റ് ആകാനായിട്ട് ഇത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഇതിലെഴുതിയിരിക്കുന്നത് ഡെയിലി എനിക്ക് പറയാൻ പാകത്തിനുള്ള അഫർമേഷൻസും അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ്സ് ഒക്കെയാണ് ഞാൻ എഴുതി കൊടുത്തത്. അപ്പോൾ ഇത് നമ്മൾ ഡെയിലി പറയുന്നതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് വിഷൻ ബോർഡ്. വിഷൻ ബോർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രീമിൻ്റെ ഒരു വിഷ്വൽ റെപ്രസെൻറ്റേഷൻ ആണെന്ന് പറയാം. ഇത് ശരിക്കും നമ്മൾ കുറേ പിക്ചേഴ്സൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു മാനിഫെസ്റ്റേഷൻ രീതിയാണ്. ഇതിൽ ഇപ്പം ഞാൻ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ കുളവാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം ഒട്ടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ ഒരു ഇമേജസ് ഒക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പ്രിന്റ് എടുത്തതാണ്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ മാഗസിൻ കട്ടൗട്ട്സ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചും ഈ ഒരു വിഷൻ ബോർഡ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഈ ഒരു വിഷൻ ബോർഡിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ വിഷ്വലൈസ് ചെയ്യുന്ന ഒരു സമയത്ത് അത്ര ക്ലിയർ ഇമേജസ് എനിക്ക് അങ്ങനെ വരാറില്ല. ഇച്ചിരി ബുദ്ധിമുട്ടാണ് എനിക്ക് അങ്ങനെ വരാനായിട്ട്. അപ്പം അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ഈ ഒരു വിഷൻ ബോർഡ് നോക്കി കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ഞാൻ വിഷ്വലൈസ് ചെയ്യുമ്പോൾ എനിക്ക് നന്നായിട്ട് ആ ഒരു വിഷ്വലൈസേഷൻ ചെയ്യാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്നതിൽ ഈ ഒരു വിഷൻ ബോർഡ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ സാധാരണ എല്ലാവരും വിഷൻ ബോർഡ് ചെയ്യുന്നത് ഒരു വർഷാരംഭത്തിലോ അങ്ങനെയൊക്കെ ആയിരിക്കും. ഇത് പക്ഷെ ഞാൻ എൻ്റെ ലോങ് ടൈം ഗോൾസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷൻ ബോർഡ് ചെയ്യുന്നത്. അപ്പം അതൊരു സ്പെസിഫിക് ടൈമിലേക്ക് വേണ്ടിയിട്ടല്ല, ലോങ് ടൈം ഗോൾസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷൻ ബോർഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വിഷൻ ബോർഡ് എന്ന് പറയുന്നത്. ഇതിൽ കുറച്ച് സമയം നോക്കിയിരുന്നതിന് ശേഷം നമുക്ക് വിഷ്വലൈസേഷൻ ചെയ്യാം. ഇനി അടുത്തതാണ് നമ്മുടെ സ്ക്രിപ്റ്റിംഗ്.
സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത് ഭയങ്കര പവർഫുൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ് കേട്ടോ. ലൈക്ക് വിഷ്വലൈസേഷൻ പോലെ തന്നെ നമ്മൾ ആ വിഷ്വലൈസ് ചെയ്ത് കാണുന്ന ആ ഒരു കാര്യങ്ങൾ നമ്മൾ ഒരു പേപ്പറിൽ പകർത്തിയാൽ എങ്ങനെ ഇരിക്കും, അതായത് നമ്മുടെ ഫ്യൂച്ചറിനെ നമ്മളൊരു പ്രസന്റ് ടെൻസിലേക്ക് എഴുതുക. നമ്മുടെ ആ ഒരു ആഗ്രഹങ്ങൾ ഇപ്പോൾ നടന്ന രീതിയിൽ എഴുതുന്നതിനെയാണ് ഈ ഒരു സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇത് എത്രത്തോളം മനോഹരമായിട്ട് ലെങ്തി ആയിട്ട് എഴുതാൻ പറ്റുമോ അത്രത്തോളം നല്ലതാണ്. കാരണം ഞാൻ എപ്പോഴും അങ്ങനെ എഴുതാൻ പ്രിഫർ ചെയ്യുന്ന ഒരാളാണ്. ഷോർട്ടായിട്ട് എഴുതുന്നവർ ആണെങ്കിൽ അങ്ങനെ എഴുതിയെന്നും വെച്ച് കുഴപ്പമൊന്നുമില്ല. കാരണം ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് നമ്മുടെ ഫീലിങ്സിനാണ്. എന്നുവെച്ചാൽ നമ്മൾ ആ എഴുതുന്ന ഓരോ വാക്കിലും നമ്മൾ ആ ഒരു ആഗ്രഹം സാധിച്ച അതേ ഫീലിങ്സോട് കൂടിയിട്ട് വേണം എഴുതി കൊടുക്കുവാനായിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് സാധിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ ജേണൽ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഒന്നുകൂടി ചുരുക്കി പറയാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മാനിഫെസ്റ്റേഷൻ ജേണലിൻ്റെ കവർ പേജിൽ നമുക്ക് എന്തെങ്കിലും ഗോൾസ് ഉണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പോസിറ്റീവ് കോട്ട്സോ ടൈറ്റിലോ കൊടുത്ത് നമുക്കതൊന്ന് ഭംഗിയാക്കി എടുക്കണം. പിന്നെ അടുത്തതാണ് ഗ്രാറ്റിറ്റ്യൂഡ്. കാരണം ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മൈൻഡ് പോസിറ്റീവ് ആക്കി എടുക്കാനായിട്ട് പെട്ടെന്ന് പറ്റും. അതിനുശേഷമുള്ളതാണ് അഫർമേഷൻ പേജ്. ഈ ഒരു അഫർമേഷൻ പേജിൽ നമ്മൾ നമ്മുടെ ഡ്രീമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോട്ട്സ് എഴുതുകയും അതുപോലെ വായിക്കുകയും ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ വേഗത്തിൽ മാനിഫെസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അടുത്തതാണ് വിഷൻ ബോർഡ്. നമ്മുടെ ഡ്രീമിന്റെ വിഷ്വൽ റെപ്രസെന്റേഷൻ. ഈ ഒരു വിഷൻ ബോർഡിലേക്ക് നമ്മൾ കുറച്ച് സമയം നോക്കി ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായിട്ടൊരു ക്ലാരിറ്റി കിട്ടും നമ്മുടെ ഡ്രീമിനെ പറ്റി. അതിനുശേഷം ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തതിന് ശേഷം നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാനായിട്ടും സാധിക്കും. പിന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം പൂർണ്ണമായിട്ട് ആ ഒരു ഫീലിങ്സ് കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്തതാണ് സ്ക്രിപ്റ്റിംഗ് എന്ന് പറയുന്നത്. സ്ക്രിപ്റ്റിങ്ങും ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ആഗ്രഹം നടന്നതായിട്ട് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മുടെ ആ ഒരു ഫീലിങ്സിനാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ ആ ഒരു നടന്ന അതേ രീതിയിൽ തന്നെ ആ ഒരു ഫീലിങ്സോട് കൂടി അതും നന്നായിട്ട് എഴുതി കൊടുക്കുക. പിന്നെ സ്ക്രിപ്റ്റിംഗ് എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അതിൻ്റെ തുടക്കം നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ട് തുടങ്ങും. അതുപോലെ തന്നെ അവസാനിപ്പിക്കുമ്പോഴും ആ ഒരു നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ അവസാനിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു ജേണലിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സമയത്ത് നമ്മളൊരു ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം നമുക്ക് ആ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ അല്ലെ ആ ഒരു മൂഡ് കിട്ടാനൊക്കെ ആയിട്ട് നമ്മളെ ഈ ഒരു ക്യാൻഡിലെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കുന്ന സമയത്ത് ഇത് ചെയ്യുക. അതുപോലെ തന്നെ പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക. പൂർണ്ണ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക. കാരണം ഇത് ചെയ്ത് എനിക്ക് ഇന്ന് കിട്ടും, എപ്പോൾ കിട്ടും, എങ്ങനെ ഇത് സാധ്യമാകും, അങ്ങനെയുള്ള ഒരു തോട്ട്സും വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ജേണൽ ചെയ്തു, അത് വിട്ടു, പിന്നെ അത് നടന്നു കഴിയുമ്പോഴുള്ള എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ നിങ്ങൾ ബിഹേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മാനിഫെസ്റ്റേഷൻ വളരെ വേഗത്തിൽ നമുക്ക് വർക്ക് ആവുന്നതായിരിക്കും. പിന്നെ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അതും ബിലീഫും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും പൂർണ്ണ വിശ്വാസത്തോടു കൂടി ചെയ്താൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാധ്യമാക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ.